ഒരു സമൂഹത്തെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിദ്യാർത്ഥികൾ, യുവാക്കൾ ഒരു വലിയ ഘടകമാണ്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലും തുടർന്നങ്ങോട്ടുമൊക്കെ എങ്ങനെയാണ് BJPയുടെ ഒരു സ്വാധീനം എങ്ങനെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും യുവാക്കളും ഇന്ന് അവർക്ക് ആഭിമുഖ്യമുള്ള പാർട്ടി BJP തന്നെയാണ്. ഇപ്പോൾ സംഘപരിവാർ ആണെങ്കിൽ വിദ്യാർത്ഥി പരിഷത്താണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന. ഈ രാജ്യത്തെ മാക്സിമം യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ സ്വാധീനം അവർക്ക് തന്നെയാണ്. BJP ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്ന പാർട്ടി ഇന്ന് BJP ആണ്. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും സംഘടനാപരമായിട്ടാണെങ്കിലും പുതിയ ആളുകളെ, പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെയൊക്കെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം BJPയുടെ ഭാഗത്തുണ്ട്. കാരണം പുതിയ തലമുറ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പരിജ്ഞാനമുള്ള ഒരു തലമുറയാണ്. അവർക്ക് അവരുടെ IQ എന്ന് പറയുന്നത് ഒരു 25 വർഷം മുമ്പത്തെ ആളുകൾ പോലില്ല. വളരെ പെട്ടെന്ന് കാര്യങ്ങളെക്കുറിച്ച് ഗ്രാസ്പ് ചെയ്യാൻ പവറുള്ളവരാണ്. അപ്പോൾ അവരെ ആകർഷിക്കാൻ സാധിക്കുന്നത് ഏറ്റവും പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ചിന്താഗതികളും പ്രവർത്തനമൊക്കെ BJPയുടെ ഭാഗമായിട്ട് ഇന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ BJPയുടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ പാർട്ടി സംഘടനാപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ശൈലി ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. ഇപ്പം BJPയുടെ ഒരു മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 45 വയസ്സാണ്. 45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് BJPയുടെ മണ്ഡലം പ്രസിഡൻ്റാകാൻ സാധിക്കില്ല. അപ്പോൾ കേരളത്തിലാണെങ്കിൽ 280 സംഘടനാ മണ്ഡലമുണ്ട് BJPക്ക്. ആ 280 മണ്ഡലങ്ങളിലും പ്രസിഡന്റുമാരാവുന്ന 45 വയസ്സ് പ്രായം. 45 എന്നുള്ളത് ഇപ്പം ചെറുപ്പമാണ്, യുവത്വമാണ്. കാരണം മനുഷ്യൻ്റെ ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചു. പണ്ടൊക്കെ 55-60 വയസ്സ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രായമുള്ളതാണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ആളുകൾ പിന്നെ 25 വർഷം കൂടി വേറെ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യും. അപ്പോൾ 70, 75, 80 ഒക്കെയാണ് നമ്മുടെ ശരാശരി നമ്മുടെ ആയുർദൈർഘ്യമായി മാറിയുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ 45 എന്ന് പറയുന്ന യുവത്വത്തിൻ്റെ കാലഘട്ടമാണ്. ആ 45 വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷന്മാരായിട്ട് BJP പരിഗണിക്കുന്നത്. ഇപ്പം ഞങ്ങൾ BJPയുടെ യുവജന സംഘടന യുവമോർച്ചയുണ്ട്. 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് യുവമോർച്ച പ്രവർത്തിക്കാം. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് യുവമോർച്ചയുടെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ പ്രസിഡൻ്റായിട്ട് വരേണ്ടവർ 30 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ ഒക്കെ പ്രായപരിധി നിശ്ചയിച്ച് ഞങ്ങൾ 30 വയസ്സാണ് യുവമോർച്ചയുടെ. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ലൈഫ് വിട്ട് നേരെ പുറത്തു വരുന്ന ഒരു വിദ്യാർത്ഥി, ഇപ്പോൾ 20-22 വയസ്സിലാണ് ഒരാൾ ഒരു അക്കാഡമിക് ജീവിതം കഴിഞ്ഞ് പുറത്തു വരുന്നത്. അങ്ങനെ നേരിട്ട് പുറത്തു വരുന്ന ആളുകളെ ഇപ്പോൾ യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡൻ്റെ പ്രായപരിധി ഞങ്ങൾ നിശ്ചയിച്ചത് 22 വയസ്സാണ്. ഒരു 22കാരനെ ഒരു മണ്ഡലം പ്രസിഡൻ്റാക്കാൻ ധൈര്യപ്പെടുന്ന പാർട്ടി BJPയിൽ അത് വേറൊരു പാർട്ടിയുണ്ട്. അപ്പോൾ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ, വിദ്യാഭ്യാസം കഴിഞ്ഞ് സർവകലാശാല വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്ന ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ അവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്ത് BJP രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഗുണമാണ് കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് ഞങ്ങൾ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള പാർട്ടിയായിട്ടൊന്ന് BJPക്ക് മാറാൻ സാധിക്കുന്നത്.